മൗര്യ സാമ്രാജ്യം, ഇന്ത്യയുടെ ആദ്യ വലിയ എംപയർ. ഒരു കാലത്ത് ഇന്ത്യ ചെറിയ ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഒരാൾ വന്നു, എല്ലാം മാറ്റി. അവനാണ് ചന്ദ്രഗുപ്ത മൗര്യ. അവന്റെ കൂടെ ഒരു ബുദ്ധിമാനായ ഗുരു, ചാണക്യ. ഇവർ ചേർന്ന് മഗധ എന്ന ശക്തമായ രാജ്യത്തെ കീഴടക്കി ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തുടക്കം കുറിച്ചു. അതാണ് മൗര്യൻ എംപയർ. സാമ്രാജ്യത്തിന്റെ ശക്തി BC 321 മുതൽ 185 വരെ, ഏകദേശം 140 വർഷം ഈ സാമ്രാജ്യം നിലനിന്നു. ഇന്ത്യയുടെ വലിയ ഭാഗം ഒരൊറ്റ ഭരണാധികാരിയുടെ കീഴിൽ വന്നത് ഇതാദ്യമായിരുന്നു. വിസ്തീർണം ഏകദേശം 50 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്നത്തെ സൗത്ത് ഏഷ്യയും സെൻട്രൽ ഏഷ്യയും ഉൾപ്പെടുന്ന വലിയ പ്രദേശം. ജനസംഖ്യ ഏകദേശം 5 കോടി. അന്നത്തെ ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം. ഭരണം ആൻഡ് സംവിധാനം. തലസ്ഥാനം പാടലീപുത്രം. രാജാവ് സമ്രാട്ട് അല്ലെങ്കിൽ ചക്രവർത്തി. ഭരണഭാഷ പ്രാകൃത്. അവർ ഉപയോഗിച്ചിരുന്നത് വെള്ളി നാണയങ്ങൾ. മതങ്ങൾ ഹിന്ദു, ജൈന, ബുദ്ധ. അതായത് വിവിധ വിശ്വാസങ്ങൾ ഒത്തൊരുമിച്ച് ജീവിച്ച ഒരു സമൂഹം. രാജാക്കന്മാർ ചന്ദ്രഗുപ്ത മൗര്യൻ, ആദ്യ ചക്രവർത്തി. പിന്നീടവന്റെ മകൻ ബിന്ദുസാര. പിന്നെ ഏറ്റവും പ്രശസ്തനായ രാജാവ് അശോക. അശോകൻ സാമ്രാജ്യത്തെ ഏറ്റവും ശക്തമാക്കി. പക്ഷേ കലിംഗ വാർ അവന്റെ ജീവിതം തന്നെ മാറ്റി. യുദ്ധത്തിന്റെ നാശം കണ്ടപ്പോൾ അവൻ സമാധാനം തിരഞ്ഞെടുത്തു. ബുദ്ധമതം സ്വീകരിച്ചു. ജനങ്ങൾക്ക് നല്ല ഭരണകൂടം നൽകി. മൗര്യന്മാരുടെ ചിഹ്നം സിംഹതലസ്ഥാനം, ലയൺ ക്യാപിറ്റൽ. ഇന്നും അത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണ്. അവസാനം ഇങ്ങനെ സംഭവിച്ചു. മൗര്യ സാമ്രാജ്യം ഒറ്റ രാജാവിൽ നിൽക്കാതെ 9 തലമുറകളിലായി തുടർന്നു. പക്ഷേ സമയം കടന്നപ്പോൾ ഭരണശക്തി കുറയാൻ തുടങ്ങി. അവസാനം രാജാവ് ബൃഹദ്രഥൻ. അവനെ ഒരു സൈനിക നേതാവ് പുഷ്യാമിത്ര ശുംഗൻ വധിച്ചു. ഇതോടെ മൗര്യ സാമ്രാജ്യം അവസാനിച്ചു. പിന്നെ ശുംഗ സാമ്രാജ്യം ആരംഭിച്ചു. ഇന്ത്യയുടെ ആദ്യ വലിയ സാമ്രാജ്യം. ഒരൊറ്റ ഭരണത്തിൽ മുഴുവൻ ഭൂമി. ഉയർച്ചയും വീഴ്ചയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ കഥ. ഇതാണ് മൗര്യ സാമ്രാജ്യം. ഇനി അടുത്തത് ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് വരുന്നു. തുടർന്ന് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.